മുറ്റത്ത് നിൽക്കുന്ന മാധവനെ കണ്ടതും അവരുടെ ഹൃദയമൊന്ന് തുടിച്ചു. വാക്കുകൾക്ക് അതീതമായി ചില നിമിഷങ്ങളുണ്ട്. കാലം മായ്ക്കാത്ത സ്നേഹത്തിൻ്റെ, വാക്കുകൾക്കപ്പുറമുള്ള വാത്സല്യത്തിൻ്റെ നിമിഷങ്ങൾ. പാർവതിയുടെ മനസ്സിൽ വാത്സല്യം നിറഞ്ഞൊഴുകി. എന്നാൽ അത്രയും സ്നേഹിക്കുന്ന മകനോട് ഒരു വാക്കുപോലും പറയാതെ മുഖം കനപ്പിച്ചുകൊണ്ട് അവർ അവനെയും കടന്ന് മുറ്റത്തേക്കിറങ്ങി. അമ്മ അരികിലൂടെ കടന്നു പോയപ്പോഴാണ് മാധവ് കണ്ടത്. തീർത്തയും കണ്ടു. അവൾ അരികിൽ നിൽക്കുന്ന മാധവനെ നോക്കി. അവൻ മെല്ലെ കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും നൂലുകെട്ടിനുള്ള സമയമായിരുന്നു. ചിന്നു കുഞ്ഞിനെയും കൊണ്ട് ഹാളിൽ അലങ്കരിച്ചിരിക്കുന്ന പീഠത്തിൽ വന്നിരുന്നു. തീർത്ത കുഞ്ഞിനെ ഒരു നോക്ക് കാണാനായി എത്തി നോക്കി. പാർവതിയുടെ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇഷ്യായില്ലേ? എന്നിട്ട് പെണ്ണ് ഇതുവരെ പെറ്റില്ലല്ലോ. ആർക്കാണാവോ കുഴപ്പം? പിറകിൽ നിന്നും ഏതോ പ്രായമായ സ്ത്രീ ചോദിക്കുന്നത് കേട്ട് തീർത്ത തിരിഞ്ഞു നോക്കി. താൻ പറഞ്ഞത് അവൾ കേട്ടെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ അവളെ നോക്കി വെളുക്കെ ചിരിച്ചു. തീർത്ത അവരെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് വീണ്ടും ചടങ്ങുകൾ കാണാനായി തിരിഞ്ഞു നിന്നു. നോട്ടം കണ്ടില്ലേ? ഏതോ കോലോത്തു നിന്നും ഉള്ളതുപോലെ എങ്ങാണ്ടാണ്. ധർമ്മകല്യാണമായിരുന്നല്ലോ. ആ ചെക്കനെ എങ്ങനെയോ വല വീശി പിടിച്ച്. ഈ കാലത്തെ പെമ്പിള്ളേരെ സമ്മതിക്കണം, പുളിങ്കൊമ്പ് നോക്കിയേ പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പാർവതി ഇവിടെ നിന്നും അടിച്ചിറക്കിയത്. തീർത്തയുടെ നോട്ടം ഇഷ്ടമാകാതിരുന്ന ആ സ്ത്രീ വീണ്ടും ആരോടോ അടക്കം പറയുന്നത് തീർത്ത കേട്ടു. എന്നാൽ അവളത് വലിയ മൈൻഡ് കൊടുത്തില്ല. അഖിൽ പുറത്തായതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാതിൽ പേര് വിളിച്ചത് മോഹനായിരുന്നു. ശിവന്യ, ശിവന്യ, ശിവന്യ. മോഹൻ ആ കുഞ്ഞിക്കാതിൽ 3 തവണ പേര് വിളിച്ചു. പിന്നെ എല്ലാവരോടുമായി പേര് ഉറക്കെ പറയുകയും ചെയ്തു. തീർത്തിക്ക് വലിയ സന്തോഷം തോന്നി. തൻ്റെ ശിവുവിൻ്റെ പേരിനോട് സാമ്യമുള്ള പേര്. അവൾ ശിവുവിനെ നോക്കി. ആ മുഖത്തും സന്തോഷമാണ്. വാ. മാധവ് തീർത്തയെ തോണ്ടി. എവിടേക്ക്? അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അതൊക്കെ കൊടുക്കണ്ടേ? അവളുടെ കയ്യിലെ കവറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അപ്പോഴാണ് തീർത്ത അതിൻ്റെ കാര്യം ഓർത്തത്. ഞാൻ വരുന്നില്ല, മാധവേട്ടൻ കൊടുത്തിട്ട് വായോ, അവൾ മടിയോടെ പറഞ്ഞു. അതൊന്നും പറ്റില്ല. കൊടുക്കുവാണെങ്കിൽ നമ്മൾ 3 പേരും കൂടി കൊടുക്കും. അല്ലെങ്കിൽ വാ, തിരിച്ചു പോകാം, അവൻ പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ തീർത്തയും ശിവവും അവനോടൊപ്പം കുഞ്ഞിനടുത്തേക്ക് നടന്നു. ചിന്നുവിൻ്റെ കയ്യിൽ കൈകാലിട്ടടിച്ച് കളിക്കുകയാണ് കുഞ്ഞ്. അരികിൽ ജാനകിയും പാർവതിയും അഖിലിൻ്റെ അമ്മയുമുണ്ട്. തീർത്ത മുഖം കുനിച്ച് മാധവൻ്റെ പിറകെ അകത്തേക്ക് കയറി. മാധവനെയും തീർത്തയും കണ്ടപ്പോൾ പാർവതി മുഖം കയറ്റി പിടിച്ചു. എന്നാൽ ജാനകി ചിന്നുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി തീർത്തയുടെ കയ്യിലേക്ക് കൊടുത്തു. ചിന്നുവിനത് തീരെ ഇഷ്ടമായില്ല. എങ്കിലും അവൾ പ്രതികരിക്കാൻ നിന്നില്ല. പക്ഷേ തീർത്ത അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊന്ന് പകച്ചുപോയി. ആദ്യമായി ഒരു കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയത് 16 വർഷങ്ങൾക്ക് മുൻപാണ്. അത് ശിവു ആണ്. അതിൽ പിന്നെ മറ്റൊരു കുഞ്ഞിനെ താൻ എടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മനസ്സ് പതറി. അതുവരെ മുറുകി നിന്നിരുന്ന മുഖം ഒന്നഴഞ്ഞു. നെഞ്ചിനകത്ത് ഒരു കൊള്ളിമീൻ പിടഞ്ഞതുപോലെ. അവളുടെ ഹൃദയം ഒരു വേലിയേറ്റം പോലെ ഉയർന്നു. അത്ഭുതം, അതിനേക്കാളേറെ ആശ്വാസം. പാലിൻ്റെ നേരിയ മണം, ഒരു തൂവൽ തൊട്ടൊഴിയുന്നത് പോലെ മൃദുലമായ സ്പർശം. നിറകണ്ണുകളോടെ അവൾ ആ മുഖത്തേക്ക് നോക്കി. ചുവന്ന റോസാപ്പൂ പോലെ. കുഞ്ഞു കണ്ണുകൾ ഇറുക്കി അടച്ചു. ചുണ്ടുകൾ പിളർത്തി ഒന്ന് മൂളി. ഒരുപാട് കാലമായി താൻ കേൾക്കാൻ കൊതിച്ച സംഗീതം പോലെ അവൾക്ക് തോന്നി. കുഞ്ഞിൻ്റെ കൊച്ചു വിരലുകളിൽ അവൾ മെല്ലെ തഴുകി. ഒരു വിങ്ങൽ നെഞ്ചിൽ നിന്ന് തൊണ്ടയിലേക്ക് വന്നു. ഹൃദയം ഭാരമുള്ളതുപോലെ. ഇതുവരെ താൻ അനുഭവിച്ച ശൂന്യത, അതിനൊരു പേരുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാതൃത്വം. ഒരു നനഞ്ഞ പുതപ്പ് പോലെ ആ വികാരം അവളെ പൊതിഞ്ഞു. ഇതാണ് തനിക്ക് വേണ്ടത് എന്ന ചിന്ത അവളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. ആ നിമിഷം അവളുടെ ലോകം ആ കുഞ്ഞു വിരലുകളിലേക്ക് ചുരുങ്ങി. അവൾ അറിയാതെ അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ കുഞ്ഞിൻ്റെ നെറുകയിൽ വീണു. ഒരു പുഴ ഒഴുകുന്നത് പോലെ ഒരു പുതിയ സ്വപ്നം അവളുടെ മനസ്സിൽ മുട്ടിട്ടു. തീർത്ത. ആ കണ്ണുകൾ നിറയുന്നത് കണ്ട് മാധവ് അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ അങ്ങോട്ട് തീർത്ത നിശബ്ദയായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ ആരോടും യാത്ര പറയാതെ അവൾ മേലെടുത്ത് നിന്നും ഇറങ്ങി. യാത്രയിലുടനീളം അവൾ എന്തോ ആലോചിക്കുകയായിരുന്നു. തീർത്തയുടെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് അവന് നല്ലതുപോലെ അറിയാമായിരുന്നു. വല്ലാത്തൊരു കുറ്റബോധം അവനെ അപ്പാടെ വിഴുങ്ങി. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാത്തതിനാൽ
പോകുന്ന വഴി മൂവർക്കുമുള്ള ഭക്ഷണം വാങ്ങിയിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയ പാടെ തീർത്ത റൂമിലേക്ക് കയറിപ്പോയി. ശിവുവിനോട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞുകൊണ്ട് മാധവ് പിറകെ ചെന്നു. മാധവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് പോലും മാറാതെ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന തീർത്തയാണ് കണ്ടത്. കഴിക്കുന്നില്ലേ? അവൻ ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട, വിശപ്പില്ല. അവന് മുഖം കൊടുക്കാതെയാണ് അവൾ പറഞ്ഞത്. വിശപ്പില്ലെങ്കിൽ കഴിക്കണ്ട, പക്ഷേ അതിനൊരു കാരണമുണ്ടാകുമല്ലോ, അത് പറ. അവൻ ബെഡിലിരുന്നു കൊണ്ട് അവളുടെ തോളിൽ തഴുകി. വിശക്കുന്നില്ല മാധവേട്ട, നിങ്ങൾ കഴിച്ചോളൂ. അവളുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലെത്തി. എന്നെ കല്യാണം കഴിച്ചത് ഒരു അബദ്ധമായി തോന്നുന്നുണ്ടോ? മാധവിൻ്റെ ശബ്ദത്തിൽ കുറ്റബോധത്തിൻ്റെ ലാഞ്ചന. എന്തൊക്കെയാ മാധവേട്ട ഈ പറയുന്നത്? തീർത്ത മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. ഒരു അമ്മയാകുക എന്നത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. ഞാൻ കാരണം, എൻ്റെ ജാതകദോഷം കാരണം തനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാതായല്ലോ. മാധവ് ദയനീയമായി അവളെ നോക്കി. എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് മാധവേട്ടനാ വലുത്, വേറെ ആരും വേണ്ട. അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു. എന്നെ സമാധാനിപ്പിക്കാനായി സ്വയം നീറി ജീവിക്കേണ്ട തീർത്ത. അവനും അവളെ ചേർത്ത് പിടിച്ചു. വിഷമമല്ല മാധവേട്ട, പെട്ടെന്ന് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മാധവിൻ്റെ നെഞ്ചിൽ ഒരു കനൽ വീണതുപോലെ തോന്നി. ഈ വികാരം തീർത്ത എത്ര കാലം മനസ്സിൽ അടക്കി പിടിക്കുമെന്ന് അവനറിയാമായിരുന്നു. തീർച്ചയായും അവനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും അവളുടെ സങ്കടം ഇത്രയേറെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തീർത്തിയുടെ മിഴികളിലെ മാതൃഭാവം മാധവ് കണ്ടിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ അവൾ വെറുതെ ചിരിക്കുക മാത്രമാണ് ചെയ്യുക. തന്നെ സങ്കടപ്പെടുത്താതിരിക്കാനാകും. പക്ഷേ ആ ചിരിക്കുള്ളിൽ ഒളിപ്പിച്ച സങ്കടം ചിന്നുവിൻ്റെ കുഞ്ഞിലൂടെ പുറത്തേക്കൊഴുകി. മാധവിൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ച് തീർത്ത വിതുമ്പി. മാധവേട്ട, എനിക്കൊരമ്മയാകണം. നമുക്കും ഒരു കുഞ്ഞു വേണം. അവളുടെ വാക്കുകൾ ഇടറി. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൾ പറഞ്ഞു. മാധവ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെ? അതൊരു ചോദ്യമായി അവൻ്റെ മനസ്സിൽ അവശേഷിച്ചു. നമ്മുടെ കുഞ്ഞാകാൻ അതിന് നമ്മുടെ രക്തം തന്നെ വേണമെന്നുണ്ടോ? നമുക്ക് വേണ്ടത് രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെയല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിറന്ന ഒരു കുഞ്ഞിനെയാണ്. എവിടെയോ ആ മാലാക കുഞ്ഞ് നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ചെല്ലാത്തതിലുള്ള പരിഭവം ആ മുഖത്തുണ്ട്. അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ ഈറനായ മിഴികളോടെ അവൾ പറഞ്ഞു. തീർത്ത, താൻ എന്താ ഈ പറയുന്നത്? മാധവ് മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി. നമുക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം മാധവേട്ട. തീർത്തയുടെ മുഖത്ത് ഒരു പുതിയ തിളക്കം കണ്ടു. അത് വേദനയുടെ നിഴലുകളില്ലാത്ത ഒരു നിഷ്കളങ്കമായ പ്രതീക്ഷയായിരുന്നു. മാധവിന് ആശ്വാസം തോന്നി. ഇതിനെക്കുറിച്ച് അവൻ മുൻപേ ആലോചിച്ചിരുന്നുവെങ്കിലും തീർത്ത എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തതിനാൽ അവളോട് പറയാതിരുന്നതാണ്. മാധവ് ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ അമർത്തി ചുംബിച്ചു. അവരുടെ ഹൃദയത്തിൽ നിന്ന് സങ്കടത്തിൻ്റെ ഭാരം അലിഞ്ഞില്ലാതായി. പകരം ഒരു പുതിയ സ്വപ്നം പിറവിയെടുത്തു. ഒരു കുഞ്ഞ്. അത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും ശിവുവിന് കൂട്ടാവുന്നതും അവരുടെ കളിച്ചിരികളാൽ ആ വീട് നിറയുന്നതും അവർ സ്വപ്നം കണ്ടു. അത് തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലായിരിക്കാം, പക്ഷേ തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിറന്ന കുഞ്ഞായിരിക്കും. തീർത്ത മാധവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയിരുന്നു. സന്തോഷത്താൽ പുത്തൻ പ്രതീക്ഷ അവളുടെ കണ്ണുകളിൽ നിറയുന്നുണ്ടായിരുന്നു. മിഴുനീർ തുള്ളികൾ മാധവിൻ്റെ നെഞ്ചിൽ ഇറ്റി വീണു.